ഇന്നത്തെ ചെച്ചിനിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ റഷ്യക്ക് വഴിപ്പെട്ട് റഷ്യയുടെ ഭാഗത്തേക്ക് പോകാനുള്ള അടിസ്ഥാന കാരണം അത് ഉസ്മാനികൾക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അവിടെ ഇസ്ലാം എത്തിയതോ ഉസ്മാനികളെ കൊണ്ട്, അവിടെ തസൂഫും ദീനും സുന്നീസവും എത്തിയതോ എല്ലാം ഉസ്മാനികളെ കൊണ്ട്. ഇവിടെയൊക്കെ ആകട്ടെ ഉസ്മാനികൾ വന്നതോ വളരെ പ്രതിസന്ധമായ ഒരു സാഹചര്യത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ മറ്റൊരു രാജ്യം പറയാം, അൽബേനിയ. അൽബേനിയയിലേക്ക് ഈ സുന്നി സൂഫികളായ ഉസ്മാനികളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് അൽബേനിയയിലെ ലോർഡ് ബൽസ രണ്ടാമനാണ്. ഒരു പ്രഭുവാണ് അദ്ദേഹം ലോർഡ് ബൽസ പ്രഭു രണ്ടാമൻ എന്ന് പറയും. 1385 ഉസ്മാനികളെ ക്ഷണിച്ചുകൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു സെർബിയൻ ഓർത്തഡോക്സ് ആണ്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹോളി റോമൻ എംപയർ ഇവരെ ആക്രമിക്കുക. അൽബേനിയയിലേക്ക് ഉസ്മാനികളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഇത് ഗ്രീസാണ്. ഗ്രീസിന്റെ മുകൾ ഭാഗത്ത്, മാസിഡോണിയയുടെ തെക്ക് ഭാഗത്ത്, മാസിഡോണിയയിലെ പടിഞ്ഞാറ് ഭാഗത്ത്, സോഫിയയുടെ താഴെ ഭാഗത്ത് ഇങ്ങോട്ട് തിരാനയാണ് അതിന്റെ തിരാന. അൽബേനിയയുടെ തലസ്ഥാനം തിരാനയാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ഓരത്താണ് ഇതിന്റെ തിരാന. ക്യാപിറ്റൽ തിരാനയാണ്. അൽബേനിയയിലേക്ക് മുസ്ലിങ്ങളെ അഥവാ ഉസ്മാനികളെ കൊണ്ടുപോകുന്നത് 1385 ക്രിസ്ത്യൻ പ്രഭുവായ സാക്ഷാൽ ലോർഡ് ബൽസ രണ്ടാമൻ പ്രഭുവാണ് മുസ്ലിങ്ങളെ അഥവാ ഉസ്മാനികളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നത്. അതേപോലെ സെർബിയൻ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. കാരണം എന്തെന്നാൽ അക്കാലത്ത് ഇവർ അൽബേനിയക്കാർ വല്ലാത്ത പ്രയാസം അനുഭവിച്ചിരുന്നു. വല്ലാത്തൊരു പ്രയാസം അനുഭവിച്ച സെർബിയയുടെ ഒരു ഏരിയയാണ്. അക്കാലത്ത് അതൊക്കെ സെർബിയയാണ്. വല്ലാതെ പ്രയാസം അനുഭവിച്ചിരുന്നു ഹോളി റോമൻ എംപയറിന്. എന്തുകൊണ്ട്? ഇവർ ഓർത്തഡോക്സുകളാണ്. അതുകൊണ്ട് നീതി നടപ്പിലാക്കി തരാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ലോർഡ് ബൽസ പ്രഭു രണ്ടാമനാണ് എന്ത് ചെയ്യുന്നത്? ഉസ്മാനി മുസ്ലിങ്ങളെ അൽബേനിയയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ റോമക്കാരിൽ നിന്ന് അൽബേനിയയെ രക്ഷപ്പെടുത്തുകയും അത് കാരണം അവിടെ പിന്നീട് ആ നാടിനെ സർവാത്മന സ്വാഗതം ചെയ്തു ഉസ്മാനികളെ അൽബേനിയക്കാർ. അത് കാരണം ഇസ്ലാം അവിടെ കത്തിപ്പടർന്നു. ഒരിക്കലും നിർബന്ധ പരിവർത്തനമല്ല. ഒരു നിർബന്ധ സാഹചര്യത്തിൽ ആ പ്രദേശവാസികൾ നിർബന്ധിച്ചിട്ടല്ലാതെ ഒരു പ്രദേശത്തേക്ക് ഒരു കാരണവും ഇല്ലാതെ ഉസ്മാനികൾ പോയിട്ടില്ല. പ്രത്യേകിച്ച് അത് ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ലക്ഷക്കണക്കിന് അൽബേനിയക്കാർ മുസ്ലിങ്ങളാണ്, ലക്ഷക്കണക്കിന്, അനവധി. പിൽക്കാലത്ത് ഉസ്മാനി ഖലീഫമാരുടെ വസീർമാരായിട്ടുണ്ട് അൽബേനിയക്കാർ. ഉസ്മാനിയ സൈന്യത്തിലെ വലിയൊരു ഭാഗം അൽബേനിയക്കാരായിരുന്നു. ഇന്നിപ്പോ ഇന്ത്യൻ സൈന്യത്തിൽ സിഖ് റെജിമെന്റിൽ പോലെ ആയിരുന്നു ഒരു കാലത്ത് അൽബേനിയക്കാർ. വലിയ വിശ്വസ്തരാണ്, നല്ല നല്ല മനുഷ്യന്മാർ. ആകെ അൽബേനിയയിൽ ഒരു മനുഷ്യനെ നാശമായിട്ടുള്ളൂ, അത് നാസിറുദ്ദീൻ അൽബാനിയാണ്. ഒരൊറ്റ വെടക്കൻ മാത്രമേ അൽബേനിയയിൽ ഉണ്ടായിട്ടുള്ളൂ. 50-ലേറെ വസീർമാർ പല ഘട്ടങ്ങളിലാണ് ഉണ്ടായിട്ടുണ്ട് അൽബേനിയക്കാര്. ഉസ്മാനിയ ഖിലാഫത്തിന് 50-ലേറെ വസീർമാർ, സൂഫികൾ, വലിയ നക്ഷബന്ദികൾ, ഖാദിരികൾ എല്ലാം. നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയാൻ കാരണം തന്നെ നാസിർ അൽബാനി പിൽക്കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്നു, വഹാബികളെ കീഴിൽ പഠിച്ചു. അങ്ങനെ അയാൾ വഹാബിയായി. അയാൾ വാപ്പയൊക്കെ വലിയ സുന്നികളാണ്, വലിയ സുന്നികളാണ്, സൂഫികളാണ്, വലിയ സ്വാധീനങ്ങളാണ്. ഇയാൾ മാത്രം പെടക്കായി. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പെടക്കാക്കാൻ വേണ്ടിയിട്ട്. 85% ഇന്നും സുന്നി മുസ്ലിങ്ങളാണ് അൽബേനിയ. ഇന്നും 85% സുന്നി മുസ്ലിങ്ങൾ. ലിബിയ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, 1530 ഹോളി റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സായുധ സംഘമായ നൈറ്റ് ഹോസ്പിറ്റൽ എന്ന ഒരു വിഭാഗമുണ്ട്. നൈറ്റ് ടെംപ്ലേഴ്സിനെ പോലെയൊക്കെ തന്നെ ആ വിഭാഗം ലിബിയ പിടിച്ചെടുത്തു. 1530 ലിബിയ പിടിച്ചെടുത്തു. അതിന് മുമ്പ് അവിടെ യൂറോപ്യൻ അധിനിവേശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1530 റോമിന്റെ കീഴിലുള്ള ഒരു സായുധ വിപ്ലവ സംഘമാണ് അവർ. ആ സായുധ വിപ്ലവ സംഘം നൈറ്റ് ഹോസ്പിറ്റൽ എന്നാണ്, നൈറ്റ്സ് ഹോസ്പിറ്റൽ എന്നാണ് അവരെ പറയുക. അവര് 1530 ഹോളി റോമൻ എംപയറിന് കീഴിലുള്ള ഈ സായുധ സംഘം ലിബിയ പിടിച്ചെടുത്തു. അതോടുകൂടെ ലിബിയയിലെ മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ജീവിതം വളരെ ദുഷ്കരമായി. ഒരു നിലക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ജൂതന്മാര്, മുസ്ലിമീങ്ങള്, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികള് വളരെ പ്രയാസപ്പെട്ടു. അപ്പോൾ അവർ ഉസ്മാനിയ ഖലീഫമാരുടെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ 1551 ഉസ്മാനികൾ ലിബിയയിൽ പോകും. ഏതാ ലിബിയ? മെഡിറ്ററേനിയൻ തീരത്ത്, യൂറോപ്പ്, ആഫ്രിക്കയുടെ ഈ ഭാഗം തന്നെ ലിബിയ. ഇത് തന്നെയാണ് ഒരു നിലക്ക് ഒരു കാലത്ത് അൾജീരിയയിലും വന്നത്. അൾജീരിയയിലേക്ക് ഇസ്ലാം അങ്ങോട്ട് അടിച്ചു കയറാനുള്ള കാരണം നീതിമാന്മാരും സത്യസന്ധരുമായ ഉസ്മാനിയ ഖലീഫമാരിൽ ആകൃഷ്ടരായിട്ടാണ് അൾജീരിയൊക്കെ മുസ്ലിം ആവുന്നത്. ഇതെല്ലാം വളരെ വലിയ വ്യത്യാസം അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അൾജീരിയയിൽ, ലിബിയ
1530 ഹോളി റോമൻ എംപയറിലുള്ള ഈ സായുധ സംഘം ലിബിയ പിടിച്ചടക്കിയപ്പോൾ മുസ്ലിങ്ങളുടെയും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയൊക്കെ ജീവിത രീതി വളരെ പ്രയാസമായി, ജീവൻ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ പരിസരങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആര്? ഉസ്മാനികളോട് ആവശ്യപ്പെട്ടു, ഇതാ ലിബിയ. അങ്ങനെ 1551 ലിബിയയിലേക്ക് ഉസ്മാനികൾ വരുന്നത്. 1551 ഉസ്മാനി നാവികപ്പട, മറ്റാരുമല്ല ഖൈറുദ്ദീൻ ബർബറോസിയുടെ നേതൃത്വത്തിൽ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഖൈറുദ്ദീൻ ബർബറോസി അദ്ദേഹം വലിയ നാവിക ഇതിഹാസമായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ വരികയും അവിടെ യൂറോപ്യൻസിനെ ഓടിക്കുകയും മുസ്ലിങ്ങൾക്കും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് എന്നല്ല എല്ലാ വിഭാഗം ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും നീതിയുക്തമായ ഒരു ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അത് മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ ലിബിയ ഉസ്മാനികളെ കീഴിലാണ്. 1900 വരെ, 1551 മുതൽ 1900 വരെ ഈ കാലഘട്ടത്തിൽ സുന്നിസം, മദ്ഹബുകള്, ത്വരീഖത്തുകളൊക്കെ അടിച്ചു കയറിയ നാടാണ് ഏത്? ലിബിയ. 1900 എന്ത് ചെയ്തു? ഈ ഉസ്മാനി ഖിലാഫത്ത് തകർച്ചയിലെത്തിയ ഈ ഘട്ടത്തിൽ 1911 കൃത്യമായി പറഞ്ഞാൽ ഇറ്റലി പിടിച്ചു ലിബിയയെ. 1909 ഖലീഫ നാട് കടത്തി. പിന്നെ നാഥനില്ലാത്ത കളരിയ. ലിബിയയെ ഇറ്റലി പിടിച്ചെടുത്തു. ഇറ്റലി പിടിച്ചെടുത്തപ്പോൾ മുസ്ലിങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഉസ്മാനികളുടെ പക്ഷത്ത് നിന്ന്, അന്ന് നാമമാത്രമായ ഉസ്മാനികളെ ഉള്ളൂ എങ്കിലും ഖിലാഫത്തിന്റെ പക്ഷത്ത് നിന്ന് ഇറ്റലിക്കെതിരെ ഇറ്റലി എന്ത് ചെയ്തു? നൂറുകണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് ഇസ്ലാമിക മദ്രസകൾ ഇതെല്ലാം നശിപ്പിച്ചു. 10,000-കണക്കായ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തി ഇറ്റലി. അതിന് പ്രധാനമായും നേതൃത്വം നൽകിയത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും ഈ വിഷയത്തിലൊക്കെ പിന്നീട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയത് ബെനിറ്റോ മുസോളിനിയെ പറ്റി ഞാൻ പിന്നീട് വരാം, ഞാൻ ഭാഗത്തേക്ക് വരാം. ഇറ്റലി ലിബിയയിൽ വലിയ മുസ്ലിങ്ങൾക്ക് നേരെ നരനായാട്ട് നടത്തിയപ്പോൾ സാധുവായ ഒരു മനുഷ്യന് ആയുധം എടുക്കേണ്ടി വന്നു. ആ മനുഷ്യനാണ് സനൂസി ത്വരീഖത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഷെയ്ഖായ ആര്? ഉമർ മുഖ്താർ കേട്ടിട്ടില്ലേ? ഉമർ മുഖ്താർ സനൂസി ത്വരീഖത്തുകാരനാണ്. 1787 മുതൽ 1859 വരെ ജീവിച്ച മഹാനായ മുഹമ്മദ് ബിൻ അലി സനൂസി എന്ന മഹാനാണ് സനൂസിയ ത്വരീഖത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ആ സനൂസി ത്വരീഖത്തുകാരനാണ് ആര്? ഉമർ മുഖ്താർ. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ലിബിയ മനസ്സിലായില്ല, ഇതാണ് ലിബിയ. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഉമർ മുഖ്താറിനെ കേരളത്തിൽ പരിചയപ്പെടുത്തിയത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പം സുന്നി മാപ്പിളാരൊക്കെ എന്ത് വിചാരിച്ചു? ഈ തലയിൽ ആൾ താമസമില്ലാത്ത, ചരിത്രബോധം അറിയാത്ത സുന്നി മൂല്യമാരും എന്ത് വിചാരിച്ചു? ഇയാൾ ജമാഅത്തേരനായിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വന്നു? എന്തുകൊണ്ട്? ഉമർ മുഖ്താറിനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ? അതും ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തുന്ന 100% അതിന് അർഹരല്ല. പ്രതിരോധത്തിന് വേണ്ടി മാത്രം ആയുധമെടുത്ത സൂഫിയാണ് ആര്? ഉമർ മുഖ്താർ. അല്ലാതെ ഒന്നുമല്ല. വിപ്ലവത്തിന്റെ ആശന്മാര് ആണ് ആര്? ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉമർ മുഖ്താറിനെ പറയാനുള്ള ഒരു അധികാരമല്ല. കേരളത്തിലെ ആയിരക്കണക്കിന് 10,000-കണക്കായ സുന്നി മുസ്ലിങ്ങൾ ഇന്നും വിചാരിക്കുന്നത് ഉമർ മുഖ്താർ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുന്നതാണ്. ഒരിക്കലുമല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല. അദ്ദേഹം സനൂസി ത്വരീഖത്തുകാരനാണ്, സൂഫിയ. അദ്ദേഹം ജഗ്ബഗ് പ്രവിശ്യയിലെ അക്കാലത്ത് ലിബിയ കണ്ട ഏറ്റവും വലിയ മുദരിസ സനൂസി ത്വരീഖത്തുകാരനും ഒരുപാട് മുരീദന്മാരും ഒക്കെയുള്ള വലിയ ആളാണ് അന്ന് ആര്? ഉമർ മുഖ്താർ. 1911 ലിബിയ ഇറ്റലിക്കാർ പിടിച്ചടത്തിയപ്പോൾ അവിടെ നരനായാട്ട്. അപ്പോൾ പിന്നെ പ്രതിരോധത്തിന് വേണ്ടി ആയുധം എടുക്കേണ്ടി വന്നു. അങ്ങനെ ആയുധം എടുത്തു. 1910 മുതൽ 1930 വരെ ലിബിയൻ ഗ്രാമങ്ങളിൽ ഇറ്റാലിയൻ അധിനിവേശങ്ങൾക്കെതിരെ ഖിലാഫത്തില്ല, എന്നാൽ പോലും ആ ഖിലാഫത്തിന്റെ സാങ്കല്പിക പക്ഷം, അന്ന് സങ്കല്പിക്കുന്ന ഖിലാഫത്തേ ഉള്ളൂ, തകർന്നിട്ടുണ്ട്. എന്നാലും ആ പക്ഷത്തിൽ നിന്ന് ലിബിയൻ ഗ്രാമങ്ങളെ യോജിപ്പിച്ച് ഇറ്റാലിയൻ അധിനിവേശത്തിനെതിരെയും അവർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്കെതിരെയും ജനങ്ങളെ യോജിപ്പിച്ച് നിർത്തിയത് യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് ആരാണ്? ഉമർ മുഖ്താർ. അദ്ദേഹത്തെ റോഡ്സ്റ്റ് മക്ക എഴുതിയ ലിയോപോൾഡ് വെയ്സ് അദ്ദേഹത്തെ കാണാൻ പോകുന്ന രംഗം ഞാൻ റോഡ്സ്റ്റ് മക്കയിൽ വായിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ, യുദ്ധക്കളത്തിലാ. രണ്ടാള് താങ്ങണം, അത്രയും വയ്യ. വൃദ്ധനാണ്, വയ്യ, ക്ഷീണം, നിരന്തരമായ കഠിനാധ്വാനങ്ങൾ.
അങ്ങനെ ആരോഗ്യമൊക്കെ തളർന്ന് എണീറ്റ് വൃദ്ധനാണ്. എന്നിട്ടും യുദ്ധക്കളത്തിൽ മരിക്കാണ്. യുദ്ധക്കളത്തിൽ അവസാനം പിടിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ഇറ്റലിക്കാര് ഷെയ്ഖ് ഷാമിലിനോട് റഷ്യക്കാർ ചെയ്ത നന്മയൊന്നും ഇറ്റലിക്കാർ ആരോട് ചെയ്തില്ല. ഷെയ്ഖ് സനൂസിയോട് അഥവാ ഉമർ മുഖ്താറിനോട് ചെയ്തില്ല. അതെന്താ കാരണം? റോമൻ ക്രൂരത. ഇറ്റലിക്കാർ പറഞ്ഞ റോമൻ ക്രൂരതയാണ്. ഇതൊക്കെ വളരെ സത്യങ്ങളാ. ഇതിനപ്പുറത്തേക്ക് ഞാനത് പറഞ്ഞാൽ ഇനിയും അത് പറയാനുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. 1922 ബെനിറ്റോ മുസോളിനി അധികാരം ഏൽക്കുന്നത്. പിന്നെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂരതയാണ്. 1922 ബെനിറ്റോ മുസോളിനി അധികാരം ഏൽക്കുന്നത് ഇറ്റലിയിൽ. 1930 വരെ നടന്ന നരനായാട്ടിൽ പിടികൂടി. എന്നിട്ട് അവരെ എന്ത് ചെയ്തു? 1931 സെപ്റ്റംബർ 11 അദ്ദേഹം കീഴടങ്ങി. സെപ്റ്റംബർ 16 അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ആര്? ഇറ്റലിക്കാർ ലിബിയയിൽ തൂക്കിക്കൊന്നു. ആര്? ഉമർ മുഖ്താറിനെ. അദ്ദേഹം 20-ാം നൂറ്റാണ്ട് കണ്ട വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്, സനൂസി തുരീഖത്തുകാരനാണ്. അത് പറയാനുള്ള അവകാശം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല. കാരണം ഇത് വിപ്ലവമല്ല, പ്രതിരോധമാണ്. ജമാഅത്തെ ഇസ്ലാമി മുന്നിൽ വെക്കുന്നത് പ്രതിരോധമല്ല, വിപ്ലവമാണ്. പുതിയ തലമുറ ഉമർ മുഖ്താറിനെ പറ്റിയൊക്കെ പഠിച്ചു. അത് എവിടുന്ന പഠിച്ചേ? എവിടുന്ന ഇവർ പഠിച്ച? സർവ്വത്ത് സൗലത്തിന്റെ പുസ്തകത്തിന്. അതാരാ എഴുതിയ? ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ സാക്ഷാൽ ഉമർ മുഖ്താർ അവർക്ക് അറിയൂല, നമുക്ക് ഏതായാലും അറിയില്ല. അപ്പൊ ഖിലാഫത്ത് നശിച്ചിട്ട് പോലും ഖിലാഫത്തിന്റെ സാങ്കല്പിക പക്ഷത്ത് പോലും നിലകൊണ്ടവരാണ് ആര്? സുന്നി സൂഫികള്. നേരത്തെ പറഞ്ഞത് ടുണീഷ്യയുടെ കഥ, പിന്നെ പറഞ്ഞത് ഞാൻ ദാഗിസ്ഥാന്റെയും ചെച്ചനിയുടെയും കഥ, പിന്നെ ലിബിയയുടെ കഥ, അൽബേനിയയുടെ കഥ. കഴിഞ്ഞില്ല. അതിനേക്കാൾ വലിയ രസകരമായ കാര്യം എന്തെന്നാൽ 1922 അധികാരത്തിലേറിയ ബെനിറ്റോ മുസോളിനി ചെയ്യുന്ന ക്രൂരതകളെല്ലാം മതകീയ പരിവേഷവും വിശുദ്ധിയും ചാർത്തി കൊടുത്തത് ഹോളി റോമൻ എംപയർ ആണ് എന്ന വേദന, പോപ്പും ആണ് എന്ന വേദന പറയാതിരിക്കാൻ റുവാൻ. അത് വായിക്കപ്പെടാത്ത ചരിത്രരേഖകളാണ്. ബെനിറ്റോ മുസോളിനി അധികാരത്തിൽ വന്നതോടെ അദ്ദേഹം ചെയ്യുന്ന ക്രൂരതകൾ, കൂട്ടക്കൊലകൾ, അത് വിശുദ്ധ യുദ്ധങ്ങളുടെ പരിവേഷം നൽകിയത് പോപ്പാണ്. സത്യത്തിൽ ഹോളി വാർ എന്നാണ് പോപ്പ് അതിന് നാമം നൽകിയത്. ഹോളി വാർ, വിശുദ്ധ യുദ്ധം. 1929 ബെനിറ്റോ മുസോളിനിയും വത്തിക്കാൻ സിറ്റിയും തമ്മിൽ ലാറ്ററൻ ട്രീറ്റി എന്ന പേരിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 1929 എന്താ ഇന്ന് കരാറ്? ലാറ്ററൻ ട്രീറ്റി എന്ന പേരിലാണ് ഒരു കരാർ. ലാറ്ററൻ ട്രീറ്റി എന്ന പേരിലാണ് ഈ കരാർ. ഈ കരാർ അനുസരിച്ച് ഈ കരാർ എല്ലാം മതകീയ വിശുദ്ധത ചാർത്തി കൊടുത്തു. ആർക്ക്? ബെനിറ്റോ മുസോളിനിക്ക്. ഇത് എന്റെ അഭിപ്രായമല്ല. 2014 അമേരിക്കൻ ചരിത്രകാരനായ ഡേവിഡ് ക്രിസ്റ്റർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു ഗ്രന്ഥമുണ്ട്. ഞാൻ മുസോളിനിയെ റോമിലെ പോപ്പിലേക്ക് ചേർത്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പറയല്ല, നിർവാഹമല്ല. ഈ ഏകാധിപതികൾക്കും ഈ തമ്മാടികൾക്കും എങ്ങനെയാണ് മതം വിശുദ്ധയുടെ ചിഹ്നങ്ങളെ ചാർത്തി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വേദന പറയാതിരിക്കാൻ നിർവാഹമല്ല. സത്യത്തിൽ ഇത് ക്രിസ്തുമതത്തിന്റെ കുറ്റമല്ല, പകരം എന്താണ്? പോപ്പിന് വന്ന അബദ്ധം. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടായത്? ലക്ഷക്കണക്കായ സാധുക്കളായ ജനങ്ങളെ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ട് തന്നെ വിശുദ്ധിയുടെ പരിവേഷവും ചാർത്തി ഈ കൊലപാതകത്തെ. ഡേവിഡ് കെപ്സർ എന്ന ഒരാളുണ്ട്, അദ്ദേഹം അമേരിക്കൻ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന് 2014 ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു ഗ്രന്ഥമുണ്ട്. എന്താ ഗ്രന്ഥത്തിന്റെ പേര്? ദി പോപ്പ് ആൻഡ് മുസോളിനി, ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് പിയൂസ് 11 ആൻഡ് ദ റൈസ് ഓഫ് ഫാസിസം ഇൻ യൂറോപ്പ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഒന്നുകൂടി പറയാം. ആ പുസ്തകത്തിന്റെ പേര് ദ പോപ്പ് ആൻഡ് മുസോളിനി, ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് പിയൂസ് 11 ആൻഡ് ദ റൈസ് ഓഫ് ഫാസിസം ഇൻ യൂറോപ്പ്. പിയൂസ് 11 എന്നാൽ അന്നത്തെ പോപ്പിന്റെ പേരാണ്. അദ്ദേഹം മുസോളിനി തമ്മിലുള്ള രഹസ്യ കാര്യങ്ങൾ, എങ്ങനെയാണ് യൂറോപ്പിൽ, എന്തുകൊണ്ടാണ് ഫാസിസം വളർന്നത്, ഇവർ തമ്മിലുള്ള കൂട്ടുബന്ധം. ഫാസിസ്റ്റുകൾ എന്നത് 20-ാം നൂറ്റാണ്ടിൽ അതിന്റെ 2 പ്രതിമകൾ ഉണ്ടെങ്കിൽ അതൊന്നും ബെനിറ്റോ മുസോളിനിയും ഒന്ന് അഡോൾഫ് ഹിറ്റ്ലറുമാണ്. അതിൽ മുസോളിനി പക്ഷത്തായിരുന്നു ആര്? പൂർണ്ണമായും ആര്? പോപ്പ്. അപ്പോൾ പിന്നെ ആരെ പക്ഷത്തുമായി? ഹിറ്റ്ലറുടെ. എന്തുകൊണ്ടെന്നാൽ ഇവർ ബായിയാണ്. ആര്? ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയും രണ്ടും ഒന്നാണ്. ഒരേ അച്ച്, ഒരേ ഫാസിസം, ഒരേ താല്പര്യം. പിന്നെ അവിടെ കൂടെ നിൽക്കാൻ കാരണം അദ്ദേഹം ഇറ്റലിക്കാരനാണ്, റോമ കൂടി ഉൾപ്പെടുന്ന ഇറ്റലിക്കാരനാണ് എന്ന നിലയിൽ. ഹിറ്റ്ലറും ക്രിസ്ത്യാനിയാണ്. ഇതെന്നും ക്രിസ്തു മതത്തിന് കുഴപ്പമില്ല. പക്ഷെ എവിടെയോ സംതിങ് റോങ്. ഒരു മതം കരുണയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം കരുണ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ആളെ വിട്ടിട്ട് ആളെ കൊല്ലുമ്പോൾ അവിടെ ആ യുദ്ധത്തിന് മുറിവണങ്ങാൻ വേണ്ടി 4 ആളെ കൂടെ പറഞ്ഞേക്കലല്ലോ കരുണ. ആ യുദ്ധം ഇല്ലാതാക്കലല്ലേ. ഇന്നിപ്പോ നമ്മള് റെഡ് ക്രോസിന്റെ ആളുകളെല്ലാം ആരാണ്? ചില പ്രത്യേക ആളുകളാണ്. ഈ റെഡ് ക്രോസ് യുദ്ധക്കളത്തിലൊക്കെ വന്നിട്ട് ആളുകളെ മുറിവണക്കാൻ സഹായിക്കും. അപ്പൊ നമ്മൾ അവരെ വലിയ കാരുണ്യവാന്മാരായി പറയും. പക്ഷെ യുദ്ധം ഉണ്ടാക്കിയതാരാ? ഇവരെന്നെ. എന്നിട്ടും അംഗീകാരം ഇവർക്ക് കിട്ടുക. ദ പോപ്പ് ആൻഡ് മുസോളിനി,
ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് പിയൂസ് 11 ആൻഡ് പിയൂസ് 11 അന്നത്തെ പോപ്പാണ്. ദ പോപ്പ് ആൻഡ് മുസോളിനി ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് പിയൂസ് 11 ആൻഡ് ദ റൈസ് ഓഫ് ഫാസിസം ഇൻ യൂറോപ്പ് എന്ന പുസ്തകത്തിനാണ് 2014 അമേരിക്കൻ ചരിത്രകാരനായ ഡേവിഡ് പ്രെറ്റ്സ്ലർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ആ പുസ്തകത്തിന്റെ ഹെഡിങ് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സീക്രട്ട് ഹിസ്റ്ററിയാണ് ഈ പുസ്തകം. അന്നത്തെ പോപ്പായിരുന്ന പിയൂസ് 11 ജീവചരിത്രമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1857 മുതൽ 1939 വരെയാണ്. 1857 മുതൽ 1939 വരെ ജീവിച്ച ആളാണ് പിയൂസ് 11. അദ്ദേഹം തന്റെ അവസാന കാലഘട്ടത്തിൽ പോപ്പാണ്. പ്രത്യേകിച്ച് ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഭരണാധികാരിയാവുന്ന സമയത്ത് പോപ്പാണ് ആര്? പിയൂസ് 11. ഈ പുസ്തകത്തിൽ പറയുന്നത്, ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ അധികാരത്തിലെത്തിയപ്പോൾ ഇയാൾ ദൈവദൂതനാണെന്നും, ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ഇദ്ദേഹം ഒരു ദൈവദൂതനാണ് എന്ന് പറഞ്ഞതും, അദ്ദേഹത്തിന്റെ കൂട്ടക്കൊലകളെ ദൈവികമായ വിശുദ്ധ കർമ്മമായി ചിത്രീകരിച്ചതും സാക്ഷാൽ പിയൂസ് 11 ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറയല്ല, നിങ്ങൾക്ക് ആർക്ക് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹം ദി മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ദി മെസ്സഞ്ചർ ഓഫ് മിശിഹ, ഇത് മിശിഹയുടെ ഒരു ദൂതനാണ് എന്നും, അദ്ദേഹം നടത്തുന്നെല്ലാം ഹോളി വാർസ് ആണ് എന്നും അന്ന് പറഞ്ഞത് സാക്ഷാൽ പിയൂസ് 11 എന്ന കത്തോലിക്ക പോപ്പായിരുന്നു എന്ന് ഈ ഗ്രന്ഥത്തിലുണ്ട്. ഈ ഗ്രന്ഥത്തിന് ഇതിവൃത്തം അതാണ്. ആ ഗ്രന്ഥത്തിനാണ് 2014 എന്തേത് ബുക്കർ പ്രൈസ് കിട്ടിയത്. തമാശയിലല്ലോ. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? ഫാസിസത്തിന് മുസോളിനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു തടസ്സം നേരിട്ടു. ബഹുജനം മുസോളിനിയെ കൈകാര്യം ചെയ്തു. അങ്ങനെ മുസോളിനി ഈ 1940-കളിൽ 39 മരിക്കുന്നത് വരെ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിക്കുന്നത് വരെയും മുസോളിനി യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു എന്ന് ചിത്രീകരിച്ച് നമുക്ക് ഏറ്റവും അനഭിമതനായ വ്യക്തിയായി മാറി ആര്? മുസോളിനി. പക്ഷെ അതേ മുസോളിനിയുടെ ആത്മീയ ഗുരുവാണ് ആര്? പിയൂസ് 11. പിയൂസ് 11 കുറിച്ച് ചർച്ച ലോകം നടത്തിയതേയില്ല. അതാണ് റോമൻ സ്വാധീനം. ഇതുപോലെ ഇന്ന് ലോകത്തെ ടെററിസ്റ്റുകൾ, ഈ ടെററിസ്റ്റുകളൊക്കെ പിതാക്കൾ ആരാ? മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നാസറുദ്ദീൻ അൽബാനിയെ പോലത്തെ തനി കാടൻ ഷെയ്ഖുമാര്. അവരെ പറ്റി ചർച്ചയെ നടത്തൂല. നമ്മൾ ബില്ലാദനെ പറ്റി ചർച്ച ചെയ്യും. പക്ഷെ ബില്ലാദൻ എന്നത് ആരുടെ ശിഷ്യനാണ്? നാസറുദ്ദീൻ അൽബാനിയെ പോലത്തെ ഒരു ശിഷ്യനാണ്. അൽബാനിയെ പരസ്യമാക്കൂല, ടെററിസ്റ്റ് ആക്കൂല. എന്തുകൊണ്ട്? അൽബാനിയെ ടെററിസ്റ്റ് ആക്കിയാൽ വഹാബിസം പൊളിയും. അപ്പോൾ അത് ഒരു റോമൻ കളിയുടെ ഒരു ഇസ്ലാമിക വെർഷനാണ്. എന്ത്? വഹാബിസം, സലഫിസം. ഐമൻ സവാഹിരി അടക്കം ഇന്ന് ലോകത്തെ പിന്നീട് ചരിത്രത്തിൽ വന്ന എല്ലാ ടെററിസ്റ്റുകളുടെയും ഉസ്താദുമാരാരാണ്? ഈ സലഫികളാണ്. പക്ഷെ ആ സലഫി ഷെയ്ഖുമാരെ പരിചയപ്പെടുത്താതിരിക്കാൻ വേണ്ടി വമ്പൻ പണം ചെലവഴിച്ചിട്ടുണ്ട് ആര്? വഹാബി നേതാക്കന്മാര്. ഇവർ പുറത്തിറങ്ങാൻ പാടില്ല. ഇവർ പുറത്തെറിഞ്ഞു പോയാൽ ഇവരെ പേരിലാണ് ആയിരക്കണക്കാണ് വഹാബി ഗ്രന്ഥങ്ങളുള്ളത്. ഇത് ടെററിസ്റ്റുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഥ. വഹാബിസം പൊളിയും, സലഫിസം പൊളിയും. അതൊരു റോമൻ വെർഷനാണ് സത്യത്തിൽ. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധികരിച്ച, ഉസ്മാനിയ ഖിലാഫത്തിൽ അധികരിച്ച രാജ്യമാണ് ബോസ്നിയ. ബോസ്നിയ അറിയില്ലേ? ഇന്നും ബോസ്നിയ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഏത്? 1996 ശേഷം 96 ശേഷം യൂറോപ്യൻ യൂണിയനിൽ അംഗമാണ് ബോസ്നിയ. ഈ ബോസ്നിയയിൽ എങ്ങനെ മുസ്ലിങ്ങൾ ഉണ്ടായി? എന്താ കാരണം? അധിനിവേശത്തിനെതിരെ ആ നാട്ടുകാർ ക്ഷണിച്ചുകൊണ്ട് ഉസ്മാനികളെ വലിയ കഷ്ടപ്പെട്ട മതപീഡനം വന്നു. 1235 മുതൽ 1241 വരെയുള്ള കാലഘട്ടത്തിൽ ഹംഗേറിയൻ സർക്കാർ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. എങ്ങോട്ട്? ബോസ്നിയയിലേക്ക്. വല്ലാത്ത നരനായാട്ട് നടത്തി. വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. കൂട്ടക്കൊലകൾ നടത്തി. ആര്? ഓർത്തഡോക്സ് മുസ്ലിങ്ങളെ അല്ല, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തി. മതം മാറ്റി. എന്തിലേക്ക്? കാത്തലിക്സിലേക്ക്. 1235 മുതൽ 1241 വരെ ഈ കാലത്ത് നടന്നിട്ടുള്ള മതപീഡനം, ഇൻക്വിസിഷൻ, ശുദ്ധീകരണം. ഓർത്തഡോക്സുകളായിരുന്നു ആര്? ബോസ്നിയക്കാര്. ഹംഗറി, അന്നത്തെ ഹംഗറിയുടെ ഭാഗമാണ് ഇറ്റലി എല്ലാം. ഹംഗറി ഇങ്ങോട്ട് കയറി. ഹംഗറി ഇന്നത്തെ ഹംഗറി അല്ല, അന്നത്തെ ഹംഗറി ഒരു പ്രവിശാലമായ ഹംഗറി. ഹോളി റോമൻ എംപയർ ഇങ്ങോട്ട് കയറി അടിച്ചു ആരെ? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ. അവർക്ക് അവരുടെ കത്തീഡ്രലുകൾ എല്ലാം പൂട്ടേണ്ടി വന്നു. വലിയ പ്രശ്നങ്ങളുണ്ടായി, മതം മാറ്റുണ്ടായി. അനവധി ആളുകളെ കൊലപ്പെടുത്തി കാത്തലിക്സ്. 1235 1241 ഇടയിൽ അങ്ങനെ അവർ കുഴങ്ങി. പല സാഹചര്യത്തിൽ അവർ ക്ഷണിച്ചു, പഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഉസ്മാനികൾ ഇന്നത്തെ പോലെ ശക്തിപ്പെട്ടിട്ടില്ല.
പിന്നീട് ഉസ്മാനികൾ ശക്തിപ്പെട്ടപ്പോൾ 1386 ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ബോസ്നിയക്കാർ ഉസ്മാനികളോട് സഹായം അഭ്യർത്ഥിച്ചു. 1386 കൃത്യമായി പറഞ്ഞ ഏകദേശം 1 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞിട്ട്, 1.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. അതുവരെ ഉസ്മാനികൾ അത്ര ശക്തപ്പെട്ട ജനതയല്ല. അങ്ങനെ അവിടെ ബോസ്നിയയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ കാത്തലിക്സിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടി അവർ ക്ഷണിച്ചു കൊണ്ടുപോയവരാണ് ആര്? ഉസ്മാനികൾ. അത് അങ്ങനെയാണ് അവരവിടെ എത്തിയത്. 1386 ഹംഗേറിക്കാരെ തോൽപ്പിച്ചു. ഉസ്മാനികൾ നേരെ ബോസ്നിയയിലെത്തി. ബോസ്നിയക്കാർ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഒരു മതമോറ്റം ഉണ്ടായില്ല, ഒരു കൂട്ടക്കൊല ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, ഉണ്ടായിട്ടില്ല, ചരിത്രത്തിലില്ല, ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ കാര്യം ഉസ്മാനികൾ ചെയ്തിട്ടില്ല? സ്വാഭാവികമായി പിന്നെ അവിടുന്ന് പോകാൻ ഉസ്മാനികളെ ബോസ്നിയക്കാർ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് സമ്മതിച്ചില്ല? ഉസ്മാനികൾ പോയാൽ ഹംഗറിക്കാർ പിന്നെ കയറും. അങ്ങനെ ഉസ്മാനികളെ അവിടെ നിർത്തി ആര്? ബോസ്നിയക്കാർ. ഉസ്മാനികളുടെ ഇസ്ലാം, അവരുടെ നന്മ, സൽസ്വഭാവം, മഹാമനസ്കത, കാരുണ്യബോധം, ഇതൊക്കെ അവർ ആകൃഷ്ടരായി. പിന്തലമുറകൾ മുസ്ലിങ്ങളായി. അങ്ങനെ വന്നു. ജനം മുഴുവൻ അവരെ കൂടെ അങ്ങോട്ട് നിന്നു. ലക്ഷക്കണക്കിന് ബോസ്നിയക്കാർ ഇസ്ലാമിലേക്ക് ഒഴുകി. അങ്ങനെ ഏകദേശം 1386 ശേഷം 2 കൊല്ലം കൊണ്ട് യൂറോപ്പിലെ ഏറ്റവും ഇസ്ലാമിക ജനസംഖ്യയുള്ള പ്രദേശമായി മാറി. ഏത്? ബോസ്നിയ. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉസ്മാനി പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ ആലിമ്യങ്ങൾ പോയി. സൂഫികൾ, ത്വരീഖത്തുകാർ അങ്ങോട്ട് കയറി. പള്ളി ദർസുകൾ ഉണ്ടായി. പള്ളികൾ അനവധി ബോസ്നിയയിൽ. യൂറോപ്പിന്റെ ഹൃദയമാണതൊക്കെ. സാവിയകൾ, ത്വരീഖത്തുകൾ, ഖാദിരിയത്ത്, നിഫാഴിയത്ത്, നിങ്ങളതൊക്കെ ആലോചിച്ച് നോക്ക്. യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന കുത്തുബിയത്തൊക്കെ നടക്കുന്നത് ബോസ്നിയയിൽ ഇന്നും. ഇപ്പോൾ 1996 ബോസ്നിയൻ യുദ്ധത്തിൽ വഹാബികൾ സഹായിച്ചപ്പോൾ കുറച്ച് വഹാബി ഇൻഫ്ലുവൻസ് അവിടെ കയറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? വഹാബി ഇൻഫ്ലുവൻസ് ഉണ്ടായാലേ സഹായിക്കുള്ളൂ. സാധാരണ മുസ്ലിങ്ങൾ സഹായിക്കില്ല വഹാബികൾ. ഏതുപോലെ? ഇന്നത്തെ അഫ്ഗാനെ പോലെ. ഇന്നത്തെ അഫ്ഗാൻ വഹാബി ഓറിയന്റഡ് അഫ്ഗാനാണ്, പഴയ അഫ്ഗാൻ അല്ല. അങ്ങനെ വിശ്വസിക്കണ്ട. ഏതോ ചില ഗ്രാമങ്ങളിൽ സൂഫികളും ത്വരീഖത്തുകാരും ഒക്കെ ഉണ്ടെങ്കിലും വലിയ, ഞാൻ പറഞ്ഞില്ല, കാബൂളിലടക്കം വലിയ സ്വാധീനമുണ്ട്. ആർക്ക്? ഇന്നത്തെ താലിബാനും അത് തന്നെയാണ്. ഇന്നത്തെ താലിബാൻ എന്നാൽ വഹാബിസാണ്. താനി വഹാബികള് കണ്ണിൽ പൊടിയിടുന്ന, ഇന്നത്തെ നമ്മള് മുസ്ലിം രാഷ്ട്രീയക്കാരെ പോലെ തന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെ മൗലിദ് യോഗത്തിന് ചോറിട്ട് കൊടുക്കാൻ വേണ്ടി വരും. ഉള്ളി വഹാബികളുമാണ്. തന്നി വഹാബികള്, കള്ള വഹാബികള്. അങ്ങനെ ഒരുപാട് ത്വരീഖത്തുകൾ ബോസ്നിയയിൽ വന്നു. നക്ഷബണികൾ, പ്രധാനമായും നക്ഷബണികളാണ് കൂടുതൽ വന്നത്. 80% മുസ്ലിങ്ങൾ ബോസ്നിയയിൽ ഉണ്ടായി. ഇന്നും ബോസ്നിയയിൽ 60% മുസ്ലിംസാണ്. ഇന്നും 17-ാം നൂറ്റാണ്ടിൽ ബോസ്നിയയിൽ ജനിച്ച ത്വരീഖത്തിന്റെ ഷെയ്ഖാണ് അസീസ് മുഹമ്മദ് ഹുഡി അൽ ഹുസൈനി. അവര് സയ്യിദുമാണ്. അസീസ് മുഹമ്മദ് ഹുഡി അൽ ഹുസൈനി എന്ന മഹാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 16-ാം നൂറ്റാണ്ടിൽ ജനിച്ചു, 17-ാം നൂറ്റാണ്ടിൽ വഫാത്തായി. 1541 മുതൽ 1628 വരെയാണ് ഇദ്ദേഹം. വലിയ ഹനഫിയാണ്, മാതുരിദിയാണ്. അതുകൊണ്ട് പൊതുവെ ബോസ്നിയക്കാരുടെ മദ്ഹബ് ഹനഫിയാണ്, അവരുടെ അഖീദ മാതുരിദിയാണ്. എന്തുകൊണ്ട്? അവിടെ 17-ാം നൂറ്റാണ്ടിൽ ഒരു ഷെയ്ഖ് ഉണ്ടായിട്ടുണ്ട്. ആ ഷെയ്ഖാണ് അസീസ് ഹുദൈ അൽ ഹുസൈനി. അത് വലിയ മഹാനാണ്. അതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ ഹനഫികളാണ്, മാതുരിദികളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പ്രഗത്ഭനായ മുസ്തഫ അഫന്ദി വായിബി. ഞാൻ പിന്നെ പറയാം. അസീസ് മുഹമ്മദ് ഹുഡി അൽ ഹുസൈനി എന്ന ഇദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരമാണ് തുർക്കി ഖലീഫ ബ്ലൂ മോസ്ക് ഉണ്ടാക്കിയത്. തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ബ്ലൂ മോസ്ക്. ആ ബ്ലൂ മോസ്കിൽ ആദ്യത്തെ ജുമാക്ക് നേതൃത്വം നൽകിയതും ഈ മഹാനാണ്. അസീസ് ഹുഡി എന്ന് പറഞ്ഞ ഈ മഹാനാണ് അസീസ് മുഹമ്മദ് ഹുഡി അൽ ഹുസൈനി. ബോസ്ഫറസിനടുത്താണ് ഇദ്ദേഹത്തിന്റെ മക്ബറ. ബോസ്ഫറസ് കടലിടുക്കിനടുത്താണ്. അദ്ദേഹം വലിയ കറാമത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഞാൻ പറയാം. ഒന്ന്, എന്റെ ജീവിതകാലത്തോ എന്റെ മരണത്തിന് ശേഷമോ എന്നെ ഒരാൾ സിയാറത്ത് ചെയ്താൽ, എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ ആ വ്യക്തി ഒരിക്കലും കടലിൽ മുങ്ങി മരിക്കുകയില്ല എന്നത് ഇദ്ദേഹത്തിന്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തിലെ നാവികന്മാരും കടലിൽ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന്റെ ഖബറും സിയാറത്ത് ചെയ്യും. അതങ്ങനെ കൃത്യമായി അന്വർത്ഥമാണ്. അദ്ദേഹം ഖൽവത്തി ത്വരീഖത്തിന്റെ ഫർആണ് ജൽവത്തി ത്വരീഖത്ത്. ഖൽവത്തിക്ക് ഒരു ഫർആണ് ജൽവത്തി. ഷാദുലിയുടെ ഫർഅ പോലെ, ഷാദുലിയുടെ ഫർഅ ഉണ്ടല്ലോ, ഖാദിയുടെ ഫർഅ ഉണ്ട് എന്നതുപോലെ ഖൽവത്തി ത്വരീഖത്തിന്റെ ഒരു ഫർആണ് ജൽവത്തി ത്വരീഖത്ത്. ജൽവത്തി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു എന്ത്? അസീസ് മുഹമ്മദ് അൽ ഹുദി അൽ ഹുസൈനി. അദ്ദേഹത്തിന്റെ കറാമത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്താൽ കടലിൽ പോയാൽ കടലിൽ മുങ്ങി മരിക്കൂല. എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ മാത്രമല്ല, എന്നെ ജീവിതകാലത്തോ മരണശേഷമോ ഒരാൾ സിയാറത്ത് ചെയ്താൽ അയാൾക്ക് വയസ്സുകാലത്ത് ദാരിദ്ര്യം ബാധിക്കുകയില്ല. ഇതൊക്കെ ഈ അൽ ഹുദൈ അൽ ഹുസൈന്റെ കറാമത്തായ അദ്ദേഹത്തിന്റെ വാക്കാണ്. കഴിഞ്ഞില്ല.
എന്നെ സിയാർത്ത് ചെയ്യുന്നവൻ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബോസ്ഫറസ് കടലുടുക്കിൽ ഏറ്റവും കൂടുതൽ ഇന്നും ആളുകൾ സിയാർത്ത് ചെയ്യുന്ന മക്ബറയാണ് ആരുടേത്? ഈ മഹാന്റേത്. അല്ലെ ജൽവത്തി ത്വരീഖത്തുകാരന്, വലിയ സൂഫിയ, വലിയ സുന്യ, വലിയ മഹാന. അദ്ദേഹം ഉസ്മാനികളുടെ കൂടെ നിന്നാളാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് ബ്ലൂ മോസ്ക് ഉണ്ടാക്കിയത്. ചരിത്രത്തിൽ ഖൽവത്തി ത്വരീഖത്തിന്റെ ജൽവത്തി ത്വരീഖത്തിൽ അറിയപ്പെട്ട ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ആര്? മുസ്തഫ അഫന്ദി അൽ ഗൈബി. ഈ മുസ്തഫ അഫന്ദി ആണ് ആര്? ബോസ്നിയയിലെ ഷെയ്ഖ്. പിൽക്കാലഘട്ടത്തിൽ ബോസ്നിയക്കാർക്ക് ഏറ്റവും വലിയ നേട്ടം ചെയ്തത് ഈ മുസ്തഫ അഫന്ദിയാണ്. മുസ്തഫ അഫന്ദിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അദ്ദേഹം ഒരു പ്രവാചകനായിരിക്കുന്നതാണ്. അത്രയും വലിയ പുണ്യവാനാണ്. ഞാനിവിടെ ഈ മുസ്തഫ അഫന്ദിയെ പറയാനുള്ള കാരണം എന്താ? 1681 1628 ഇദ്ദേഹത്തിന് ഷെയ്ഖായ അസീസ് മുഹമ്മദ് ഹുദൈൽ സിനിഫാത്തൗണ്ട്. ഇദ്ദേഹം മുസ്തഫ അഫന്ദി അൽ ഗൈബി എന്ന ഈ ജൽബത്തി ത്വരീഖത്തിന്റെ രണ്ടാമത്തെ ഷെയ്ഖ് ബോസ്നിയയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞില്ലേ അദ്ദേഹത്തെ പ്രവാചകനാണെന്ന് പോലും വിശ്വസിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. 1681 ഹംഗറിക്കെതിരെ പ്രതിരോധത്തിന് ആയുധമെടുത്തിട്ടുണ്ട് മുസ്തഫ അഫന്ദി. ആരെ കൂടെ നിന്നിട്ട്? ഉസ്മാനി ഖിലാഫത്തിന്റെ കൂടെ നിന്നിട്ട്. സൂഫികൾ ആയുധമെടുക്കാൻ നമ്മൾ ലോകത്ത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു അനിവാര്യ ഘട്ടത്തിലല്ലാതെ സൂഫികൾ ആയുധം എടുക്കില്ല. ആർക്കെതിരെ? ഹംഗറിക്കെതിരെ. ഹംഗറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറ്റാലിയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഹംഗറിയാ. ഞാൻ അവിടെ നിന്നാണ് ഏറ്റവും വലിയ ക്രൂരത വന്നിട്ടുള്ളത്. എവിടെ നിന്ന്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ലിബിയയിലടക്കം. അവിടെ മുസ്തഫ അഫന്ദി അൽ ഗൈബി ആയുധമെടുത്തു. ആർക്കെതിരെ? ഇറ്റലിക്കെതിരെ. 1681 ഉസ്മാനികളെ കൂടെ നിന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഉസ്മാനികളെ കൂടെ നിന്നിട്ടുണ്ട്. 1681 ഹംഗറിക്കെതിരെ ഉസ്മാനികൾ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ ആ യുദ്ധത്തിന് പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ വ്യത്യാസം. അതായത് ഒരു കാലത്ത് എല്ലാ കാലത്തും ഇവരുടെ പല കാര്യങ്ങളും കൂടെ നിന്ന ആളാണ് മുസ്തഫ അഫന്ദി. അതേസമയത്ത് 1681 ഉസ്മാനികൾ ഹംഗറിക്കെതിരെ ആയുധമെടുത്തപ്പോൾ ആ യുദ്ധത്തിന് പോകരുത്. അങ്ങനെ പോയാൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ വലിയ ഭാഗം നഷ്ടപ്പെടും, വലിയ നഷ്ടവും സംഭവിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചു പറഞ്ഞ ആളാണ് മുസ്തഫ അഫന്ദി അൽ ഗൈബി. ആ യുദ്ധത്തിൽ 1681 യുദ്ധത്തിൽ ഹംഗറി ജയിക്കുകയും ഉസ്മാനികൾ തോറ്റുകയും ചെയ്തു. എന്തുകൊണ്ട്? ഷെയ്ഖിന്റെ വാക്ക് സ്വീകരിച്ചില്ല. അങ്ങനെ ഉസ്മാനിയകളുടെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസീർ ആളമായിരുന്നു കാറ മുസ്തഫ പാഷ. ഈ കാറ മുസ്തഫ പാഷ ബഹുമാനപ്പെട്ട മുസ്തഫ അഫന്ദി അൽ ഗൈബിയുടെ ജാവിയയിൽ വന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ എന്നെയും അതിർത്തിയെയും കാത്താൽ മതി. എന്താണ് ആ പറഞ്ഞത്? കാറ മുസ്തഫ പാഷക്ക് മനസ്സിലായില്ല. പിൽക്കാലത്ത് ഉസ്മാനികളെ അതിർത്തി ഒന്നുകൂടി നീട്ടി വരച്ചു. അപ്പോഴത്തിന് എന്തായിട്ടുണ്ട്? മുസ്തഫ അഫന്ദി വഫാത്തായി. മക്ബറ വന്നത് ഇതിന്റെ നേരെ ഓരത്തൂടെയാണ്. എന്നെയും നിങ്ങളുടെ അതിർത്തിയെയും നിങ്ങൾ കാക്കുക. അന്ന് അങ്ങനെ അവിടെ അതിർത്തിയില്ല, അതിർത്തി വളരെ അപ്പുറത്താണ്. പക്ഷെ പിന്നീട് എന്തായി? ഇദ്ദേഹത്തിന് എന്നെയും ഉസ്മാനികളെ അതിർത്തിയെയും കാക്കുക എന്ന് പറഞ്ഞപ്പോൾ അന്ന് അയാൾക്ക് മനസ്സിലായില്ല. പിന്നെ അഫന്ദി വഫാത്തായി, മുസ്തഫ അഫന്ദി വഫാത്തായി. പിന്നീട് അദ്ദേഹത്തെ മറവിയപ്പെട്ടു. പിന്നീട് ഹംഗറിക്ക് ഭൂമി കൊടുക്കേണ്ടി വന്നു. അതിർത്തി കൊടുക്കേണ്ടിരുന്നത് ഇദ്ദേഹത്തിന് മക്ബറയുടെ ഓരത്തോടു കൂടിയാ. അതായത് എന്റെ മക്ബറ ഹംഗറിക്ക് വിട്ടുകൊടുക്കരുതെന്നാണ് അപ്പറഞ്ഞ അർത്ഥം. പിന്നെ മനസ്സിലായി. ഷെയ്ഖിന്റെ സമ്മതമില്ലാതെ യുദ്ധത്തിന് പോയതിന്റെ ഫലം അനുഭവിച്ചു എന്ന് മാത്രമല്ല, വസീറുൽ ആളം നേരിട്ട് ജാവിയയിൽ വന്നു. മാത്രമല്ല സ്വന്തം രാജ്യം വിട്ടുകൊടുക്കേണ്ടി വന്നു. അത്രയും വലിയ മഹാന്മാരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ബോസ്നിയ പൂർണ്ണമായി ഉസ്മാനികൾക്ക് നഷ്ടപ്പെടുന്ന 1878 അങ്ങനെ ബോസ്നിയെ ഓസ്ട്രിയൻ എംപയർ ആക്രമിച്ച് കീഴടക്കി ഉസ്മാനികളിൽ നിന്ന് 1878. 1878 മുതൽ ആ വലിയ പ്രയാസത്തിന്റെ കാലത്തുമാണ് അവർക്ക് അക്കാലത്തൊക്കെ ബോസ്നിയ ഇന്ന് വരെയും അന്ന് മുതൽ 1878 മുതൽ 1918 വരെ ഓസ്ട്രിയയുടെ കീഴിലാണ്. 1918 യുഗോസ്ലാവിയ പിടിച്ചടക്കി. 1818 മുതൽ 1992 വരെ യുഗോസ്ലാവിയയുടെ കീഴിലാണ്. അതാണ് നമ്മളെ കാലത്ത് നടന്ന യുദ്ധം. ഏത്? 1992 മുതൽ 1996 വരെയുള്ള 4 വർഷം ബോസ്നിയ യുദ്ധം നടന്നിട്ടുണ്ട്. ആർക്കെതിരെ? യുഗോസ്ലാവിയക്കെതിരെ. യുഗോസ്ലാവിയയിൽ നിന്ന് രാജ്യം മോചിപ്പിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരം. യൂറോപ്യന്മാര് മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയുടെ പാതകങ്ങൾ നടന്ന വർഷങ്ങളാണ്. 1992 മുതൽ 1996 വരെ. 96 ബോസ്നിയ സ്വയം റിപ്പബ്ലിക്കായി. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ്. ഞാൻ ഈ രാജ്യത്തിന്റെ ചരിത്രം നിങ്ങളോട് പറഞ്ഞത് എന്തിനു വേണ്ടി എന്നാൽ ഇവിടെയും മുസ്ലിങ്ങൾ ആക്രമിച്ച് എന്നല്ല. ഇവിടെ എന്താണ്? ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായ പ്രഭു രാജ്യത്തെ ഓർത്തഡോക്സുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയും വലിയ ക്രൂരതയും മതം മാറ്റവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ പേരിൽ
അപേക്ഷിച്ചിട്ടാണ് ഉസ്മാനികൾ ബോസ്നിയയിൽ എത്തുന്നത്, അങ്ങനെയാണ് ലിബിയയിൽ എത്തുന്നത്, അങ്ങനെയാണ് അൽബേനിയയിൽ എത്തുന്നത്, അങ്ങനെയാണ് അൾജീരിയയിൽ എത്തുന്നത്. എന്നല്ല ലോക രാജ്യങ്ങൾ, കിഴക്കൻ ബാൽക്കൻ പ്രദേശങ്ങളിൽ, കോക്കസ് പ്രദേശങ്ങളിൽ, ദാഗിസ്ഥാനിൽ, ചെച്ചിനിയയിൽ എല്ലാം. അതാ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിന് രക്ഷകരായിരുന്നു ഉസ്മാനികൾ. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ എന്ത് പറഞ്ഞത്? അസ്ലഹുദ്ദുവലി ബഅദ സ്വഹാബ, അസ്ലഹുദ്ദുവലി ബഅദ സ്വഹാബ അദ്ദൗലത്തുൽ ഉസ്മാനിയ്യ എന്ന് അല്ലമ യൂസുഫ് നബഹാനി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട്? അവരൊക്കെ സൂഫികളാണ്, അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചത്. ഞാൻ നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉസ്മാനികളെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ച, ഭൂമിയിൽ അക്കാലത്ത് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളുടെ അധികാരികളുടെ കേമൻ എന്ന് പറയാവുന്ന ആളാണ് ആര്? സുലൈമാൻ ഖാനൂനി. ഈ സുലൈമാനുൽ ഖാനൂന്റെ വസിയത്തെ അങ്ങ് വായിക്കാം. അതൊരു സൂഫിക്കല്ലാതെ വസിയത്ത് ചെയ്യാൻ കഴിയില്ല. വിയന്നയിൽ നിന്നാണ് അദ്ദേഹം, വിയന്നയിലാണ് മരിക്കുന്നത്. ഏകദേശം 1.5 മാസം എടുത്ത് വിയന്നേന് മയ്യത്ത് കൊണ്ടുവന്നു. ഈ കാണുന്ന ഗ്രീൻ, ഇതാണ് വിയന്ന. ഈ വിയന്നയിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവരികയാണ്. എങ്ങോട്ടാ മയ്യത്ത് കൊണ്ടുവരുന്നത്? ഇസ്താൻബുളിലേക്ക്. അക്കാലത്ത് കുതിരവണ്ടിയിൽ കൊണ്ടുവന്ന 1.5 മാസം എടുക്കും. തന്റെ 72ാമത്തെ വയസ്സിൽ. അതും തന്റെ ഡോക്ടർമാർ മുഴുവനും 1566, ഏകദേശം നമ്മുടെ ഒരു 500-നടുത്ത കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്താ കാരണം? ഒരു നീതിമാനായ ഒരു സത്യദൂതനെ ഒരു കാര്യം പറഞ്ഞ ഒരു ഹംഗറിയിലേക്ക് പറഞ്ഞയച്ച ആളുകളെ ഹംഗറിയക്കാർ കൊലപ്പെടുത്തി. ഞാൻ ജീവിച്ചിരിക്കവേ ഒരു നീതിയുടെ ദൂതനെ കൊലപ്പെടുത്താൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് ഞാൻ നോക്കിയിരിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ടാണ് 72ാമത്തെ വയസ്സിൽ യൂറോപ്പിലേക്ക് യുദ്ധത്തിന് പോകുന്ന ആര്? സുലൈമാന്റെ മാഗ്നിഫിഷ്യന്റ് എന്ന സുലൈമാനുൽ ഖാനൂനി. മരിക്കുന്ന നേരത്ത് ആ മനുഷ്യന്റെ വിയന്നയാണ് മരിക്കുന്നത്. മരണത്തിന് കിടക്കുമ്പോൾ വിയന്നയിൽ വെച്ച് അദ്ദേഹം ചെയ്ത വസിയത്ത് ഞാൻ വായിക്കാം. അതായത് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ദൂർത്തടിക്കുകയാണെങ്കിൽ അയാളെ ദൂർത്തടിക്കേണ്ടത്, ഏറ്റവും നശിക്കുകയാണെങ്കിൽ അയാളെ നശിക്കേണ്ടത്. അയാളെ വസിയത്ത് ഞാൻ വായിക്കാം നിങ്ങൾക്ക്. അയാളെ വസിയത്തിൽ പറയുന്നത്, അദ്ദേഹം പറയുന്നത്, മരണസമയം അടുത്തപ്പോൾ വിയന്നയിലാണ് മരിക്കുന്നത്. വിയന്നയുടെ തൊട്ടടുത്ത് തുർബക്ക്, ഹംഗറിയിലെ വിയന്നക്കടുത്ത് തുർബക്ക് എന്നൊരു പ്രദേശം, തുർബക്കിൽ വെച്ച വഫാത്താവുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് വസിയത്ത് പറയാനുണ്ട്, അതുകൊണ്ട് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ടവരും എല്ലാവരും എൻ്റെ കട്ടിലടുത്ത് വരണം. സുലൈമാൻ ഖാനൂനി മരിക്കുക. അന്ന് ഭൂമിയിലെ 60% രാജ്യങ്ങളുടെയും അധികാരി ആരാണ്? സുലൈമാൻ ഖാനൂനിയാണ്. അപ്പൊ വസിയത്ത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആരാണ് അടുത്ത ഖലീഫ എന്താന്ന് നമുക്ക് പറയാൻ വേണ്ടിയായിരിക്കാം എന്ന് വിചാരിച്ച് മന്ത്രിമാര്, ഉദ്യോഗസ്ഥന്മാര്, പട്ടാള കമാൻഡർമാര്, നേതാക്കന്മാര് എല്ലാവരും സുലൈമാൻ ഖാനൂനിയുടെ കട്ടിലിനടുത്ത് ഇങ്ങനെ ഒരുമിച്ചുകൂടി മരണക്കിടക്കയിലാണ്. ഒരു മുസ്ലിയാര് പോലും ഇന്നും പറയാത്തതാണ് അന്ന് അയാൾ പറഞ്ഞത്. എന്തുകൊണ്ട്? അത്രയും വലിയ സൂഫികളാണ് അവര്. സൂഫികൾക്ക് ലോകത്തെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുള്ളൂ. ഇരു ഭൂമിയുടെ 60% രാജ്യങ്ങളിലെ അധികാരിയായ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് വസിയത്ത് ചെയ്തു 3 കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. 1, അല്ലാ യുഹ്മല നാശിയ ഇന്ദ ദഫനി ഇല്ല അതുബായി, എന്റെ ഡോക്ടർമാരല്ലാതെ എന്റെ മയ്യിത്ത് ഖബറിലേക്ക് ചുമക്കാൻ പാടില്ല. 1. വല അഹദുൻ ഗൈറുഹും, എന്റെ മക്കളോ മരുമക്കളോ ആരും മയ്യിത്ത് കട്ടിൽ തുടരുത്. മയ്യിത്ത് കട്ടിൽ അവസാനം വെച്ചിട്ട് പ്രദർശനത്തിൽ വെച്ചിട്ട് ഖബറിലേക്ക് എടുക്കുമ്പോൾ ആരായിരിക്കണം ഖബറിൽ എത്തിക്കേണ്ടത്? ഖബറിലെത്തി മറവ് ചെയ്യുന്നത് ആരാകണം? എന്റെ ഡോക്ടർമാർ മാത്രമായിരിക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യനും ഭരണാധികാരിയുമായ മനുഷ്യന്റെ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും വലിയ ഡോക്ടർമാരല്ലേ? ആ ഡോക്ടർമാരായിരിക്കണം എന്നെ മയ്യിത്ത് ചുമക്കേണ്ടത്. 1. 2, വഴിയിലെ 2 ഭാഗത്തും വിതരണം. മക്കാനി മൗതി ഹത്തൽ മഖ്ബറ, എന്റെ മയ്യിത്ത് എടുക്കുന്നത് മുതൽ മഖ്ബറ വരെ വിതരണം. എന്ത്? സ്വർണത്തിന്റെയും വെള്ളിയുടെയും കോയിൻസുകൾ വിതരണം. ഇങ്ങനെ എറിയ. എന്റെ മയ്യിത്ത് എടുക്കുന്നതോടുകൂടെ വെള്ളി കോയിൻസ്, സ്വർണ്ണ കോയിൻസ് ഒക്കെ എറിയ. അത് ഞാൻ കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. എന്റെ സമ്പാദ്യം ഇങ്ങനൊക്കെ കിഴി കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ കിഴികൾ എന്റെ മയ്യിത്ത് എടുക്കുന്നവരെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നവരെ എന്ത് ചെയ്യണം? പാതയുടെ 2 ഭാഗത്തൂടെ ഇങ്ങനെ വലിച്ചെറിയ. പിന്നെയോ കരീമ, ഞാൻ ഒരുപാട് രത്നക്കല്ലുകൾ പാത്തിച്ചിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ശേഷിപ്പുകളാ ആ രത്നക്കല്ലുകളും ഇങ്ങനെ വലിച്ചെറിയണം. 4 ഭാഗത്തേക്ക് വലിച്ചെറിയ. മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വലിച്ചെറിയ. 2ാമത്തെ വസിയത്ത്. 3, വഹീന തുർഫഉനി അല നാശി, നിങ്ങൾ എന്നെ മയ്യിത്ത് കട്ടിൽ കിടത്തിയാൽ അഖരിജു യദായ, എന്റെ 2 കൈയും പുറപ്പെടുവിക്കണം. എങ്ങനെ പുറപ്പെടുവിക്കണം? മിനൽ കഫനി, പുറത്തുനിന്ന്. വഅബ്ഖുഹുമ മുഅല്ലഖതാൻ അൽ ഖാരിജി വഹിയ മഫ്തൂഹതാനി, പുറത്തേക്ക് ഇങ്ങനെ മയ്യിത്ത് കെട്ടുക. എന്റെ 2 കൈയും ഒരു കട്ടിലിന്റെ ഭാഗത്തെ ഒരു കൈ ഇങ്ങനെ തുറന്ന് കെട്ടുക, ഒരു ഭാഗത്തേക്ക് മറ്റേ കൈയും കെട്ടുക, തുറന്നിടുക.
ഈ 3 വസിയത്താണ് എന്റെ വസിയത്ത് എന്ന് പറഞ്ഞു. ആര്? ലോകം ഇന്ന് വരെ ലോകം ദർശിച്ചതിലെ ഏറ്റവും വലിയ മുസ്ലിം ഭരണാധികാരി അതാ സുലൈമാൻ ഖാനൂനി. വസിയത്തെല്ലാം ചെയ്തു കഴിഞ്ഞ ഉടനെ കാമ ഖായിദു ഹറസിഹി, അദ്ദേഹത്തിന്റെ പട്ടാള കമാൻഡറായ ഏറ്റവും വലിയ സൈന്യാധിപൻ ബിതഖ്ബിലി യദൈഹി, രാജാവിന്റെ 2 കൈകളും ചുംബിച്ചിട്ട് വളഅഹുമാ ഇലാ സദരിഹി വളമ്മഹുമാ ഇലാ സദരി, നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, സുൽത്താനെ ഈ 3 കാര്യം ഞങ്ങൾ നടപ്പിലാക്കാം, ഈ 3 കാര്യം നടപ്പിലാക്കാം. പക്ഷേ ഈ 3 വസിയത്തിന്റെ പിന്നിൽ എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, എന്തിനാണ് നിങ്ങളിത് പറയുന്നത് പറഞ്ഞു തരണം. വസിയത്താണ്. ഒന്നാമത്തെ വസിയത്ത് എന്താ? എന്റെ മയ്യത്ത് കട്ടിലേറ്റി മറവിയേണ്ടത് ആരായിരിക്കണം? ഡോക്ടർമാർ. 1. 2, മയ്യത്തെടുക്കുന്നതോടുകൂടെ എന്റെ സമ്പാദ്യമായ രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഇങ്ങനെ വലിച്ചെറിയണം. 3, മയ്യത്ത് കട്ടിലിൽ എന്റെ ഒരു കൈ ഒരു ഭാഗത്തേക്ക്, ഒരു കൈ മഫ്തുഹത്തായി തുറന്നിട്ട നിലയിൽ മയ്യത്ത് കട്ടിലിൽ കെട്ടി ഇങ്ങനെ വെക്കണം, ആർക്കും കാണാൻ കഴിയണം, തുറന്നിട്ട കൊലത്തിൽ. എന്തിനാണ് ഈ വസിയത്ത് വെച്ചു? അപ്പോൾ പറഞ്ഞു അല്ലൂല, ഒന്നാമത്തെ വസിയത്ത് ജനങ്ങൾക്ക് ഒരു വിവരം കൊടുക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. അന്നൽ മൗത ഇദാ ഹളറ, മരണം വന്നാൽ ലം യൻഫ ഫീ റദ്ദിഹി ഹത്തൽ അത്തിബാ അല്ലദീന നഹറു ഇലൈഹിം ഇലാ അസ്ബിനാ അയ്യു മക്റൂഹ്. ഏതൊരു പ്രയാസം വന്നാലും നമ്മൾ ഓടിച്ചെല്ലുക ആരുടെ അടുത്താണ്? ഡോക്ടർമാരുടെ അടുത്താണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാർ ഇന്ത്യ ഡോക്ടർമാരാണ്. ഇവര് മയ്യത്ത് കെട്ടിന് ചുമക്കിടന്നതിനാണ്. ഇവർക്കൊന്നും ചെയ്യാതെ ഇവരെ കൈ കിടന്ന് മരിച്ചിട്ട് ഇവരെന്നെ മറവിയട്ടെ. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവർ ചുമക്കേണ്ടി വരില്ലല്ലോ. അവനാണ് കൊന്നത്, അവനാ തീർക്കണല്ലോ. അതുകൊണ്ട് ഡോക്ടർമാരൊന്നല്ല എന്ന് ലോകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകം പഠിക്കട്ടെ എന്റെ മയ്യത്തിട്ടിലാണ് പോകും. കാരണം ഡോക്ടർക്ക് ഏറ്റവും ചെയ്യാൻ കഴിയണമെങ്കിൽ ഇന്നെ ജീവിപ്പിക്കണം. കാരണം ഏറ്റവും വലിയ ഡോക്ടർമാര് എന്റെ ഡോക്ടർമാരാണ്. ഏറ്റവും പാരിതോഷികം കിട്ടുക ഇന്നെ ജീവിപ്പിച്ച എന്റെ ഡോക്ടർമാർക്കാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കഴിയാത്തതുകൊണ്ട് അവരെന്നെ എന്നെ ചികിത്സിച്ചിട്ട് കൊന്നു. കാരണം അവർക്ക് എന്നെ ജീവിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് എന്നെ കൊണ്ട് അവരെന്നെ കുഴിച്ചിട്ടു. കാരണം അവർക്ക് എന്തെങ്കിലും നിർവ്വാഹം ഉണ്ടെങ്കിൽ അവർ കുഴിച്ചിടാൻ കൊണ്ടുപോയില്ല. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒരാൾക്കൊരു അധികാരമില്ല എന്റെ മയ്യത്ത് കെട്ടിലും ഒരു പാഠം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. 1, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഇങ്ങനെ? ഇതാരാ? സുലൈമാൻ ഖാനൂന്റെ വസിയത്താ. 2, ജനങ്ങൾക്ക് പഠിപ്പിക്കണമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ജനങ്ങളെ പഠിപ്പിക്കാണ്. നമ്മൾ ആയുസ് ചെലവഴിക്കുന്ന സിംഹഭാഗം ചെലവഴിക്കുന്ന സ്വർണം വെള്ളിയും ഒരുമിച്ച് കൂട്ടാനാണ്. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കതൊക്കെ ഇന്ന് വിതറപ്പെട്ട തൂളികളെ പോലെയാണ്. ഒരാവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് വിതറപ്പെട്ട തൂളികളെ പോലെ നമുക്ക് ഉപകാരമില്ലാത്തൊരു ഘട്ടം വരാനുണ്ട് എന്ന് ജനം എന്നെ കണ്ട് മനസ്സിലാക്കട്ടെ. കാരണം എന്നെപ്പോലെ പണം കുന്നുകൂടിയവരുമില്ല, എന്നെപ്പോലെ നേടിയവരുമില്ല, എന്നെപ്പോലെ നഷ്ടപ്പെട്ടവരുമില്ല. മരിച്ചിട്ട് ഒരാൾക്ക് പണം ഉപകരിക്കണമെങ്കിൽ എനിക്ക് ഉപകരിക്കണം. അത് ഹബാവ് മൻസൂറാണ്. എന്റെ മയ്യത്തേട്ടിൽ അതുകൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് പണം ചെലവഴിക്കാനല്ല, അള്ളാന്റെ പൊരുത്തം ചെലവഴിക്കാനായിരിക്കണം എന്റെ പിൻഗാമികളും എന്റെ മക്കളും പേരമക്കളും ബാക്കിയുള്ളവരും ജീവിക്കേണ്ടത് എന്നൊരു പാഠം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. എന്നെപ്പോലെ ഒരാളാകാൻ നിങ്ങളൊന്നും തരില്ല. ഞാൻ അത്രയും വലിയ ആളായി പഠിച്ചോന്നെ വളർത്തി. ഇന്നെപ്പോലത്തെ ഒരാൾ ഉണ്ടായിക്കൊള്ളുന്നില്ല ഉസ്മാനിയത്തിൽ. പക്ഷേ ഏറ്റവും വലിയ ആൾ വരെ ഈ അവസ്ഥയിലാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഈ സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നു എന്ന് എന്റെ പിൻഗാമികളായ പേരക്കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മയ്യത്ത് കട്ടിലും ഒരു പാഠശാലയാകട്ടെ എന്ന് സുലൈമാൻ ഖാനൂനി. 3, ജനങ്ങളെ പഠിപ്പിക്കലാണ് എന്റെ ലക്ഷ്യം. എന്ത്? അന്നന ഖദിംന ഇലാ ഹാദിഹി ദുനിയ ഫാരിഗൽ അയാദി വനഖ്റുജു മിൻഹാ ഫാരിഗൽ അയാദി. എന്റെ മയ്യത്ത് കട്ടിലിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയെ മയ്യത്ത് കട്ടിലിൽ 2 സൈഡിലേക്ക് തുറന്നിട്ട കൈ ഇങ്ങനെ കിട്ടുക. അപ്പൊ നാട്ടുകാരെന്റെ കൈ കാണണം, ഒന്നും കൊണ്ടുപോകണില്ല. അപ്പൊ വലിയ മുതലാളിക്ക് വരെ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയൂല. തുറന്നിട്ട കൈ കൊണ്ടാ വന്നത്, തുറന്നിട്ട കൈ കൊണ്ടാ പോണത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതിന്റെ പേരക്കുട്ടികൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർ പണത്തിന് പിന്നാലെ ഓടരുത്. ഈ വസിയത്ത് നടപ്പിലാക്കിയവരൊക്കെ ജയിച്ചു. പിൽക്കാലത്ത് ചില ഉസ്മാനി ഖലീഫമാര് സുഖരൂപരായി അവർ തകർന്നു. ചില ഉസ്മാനികൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, അബ്ദുൽ ഹമീദ് രണ്ടാമനൊക്കെ നാട് കടത്തി ധീരനാണ്. കോടാനക്കോടി പണം തരാന്ന് പറഞ്ഞിട്ടും മാനാഭിമാനം രാജ്യം വിറ്റില്ല. എന്തുകൊണ്ട്? അത് വല്യാപ്പ കൊടുത്ത വസിയത്തിന്റെ ബോർഡാണ്. ഇടക്കാലത്ത് ചില സുഖരൂപന്മാർ കയറിയപ്പോൾ യൂറോപ്യന്മാർക്ക് ഇവരെ അടിച്ച് തകർക്കൽ എളുപ്പമായി. സുലൈമാൻ ഖാനൂനിയെ പോലെയോ മുഹമ്മദുൽ ഫാത്തിഹിനെ പോലെയോ ഒരു ജനത ഉണ്ടെങ്കിൽ 1ാം ലോകം മഹായുധം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു യുദ്ധം തന്നെ ഉണ്ടാവുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നക്ഷത്രങ്ങളെ പോലെ വന്നവരായിരുന്നു ഉസ്മാനി ഖലീഫമാർ. أن الدولة العثمانية أصلح الدول أصلح
അന്ന അസ്ലഹ ദുവലിൽ ഇസ്ലാമിയ ബഅദ സ്വഹാബ അദ്ദൗലത്തുൽ ഉസ്മാനിയ എന്നുദ്ധരിക്കുന്നത് യൂസുഫ് നബഹാനി, അല്ലാമ യൂസുഫ് നബഹാനിയാണ്. അവർ ആധുനികതയുടെ ഇബ്നു ഹജറാൻ റളിയല്ലാഹു അൻഹു. ഞാൻ ഇന്നത്തെ ഉപന്യാസം, ഇന്നത്തെ പ്രസംഗം നടത്തിയത് എന്തിനാണ്? ഉസ്മാനികൾ തകർന്നപ്പോഴും അവരെ സംരക്ഷിച്ചത് സൂഫികളാണ്. ഒരിക്കലും ലോക ചരിത്രത്തിൽ സുന്നികൾ, സൂഫികൾ ഖിലാഫത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്യൂല. ചിലപ്പോൾ ചെച്ചനിയയിലും പാകിസ്ഥാനിലും അവരെന്തുണ്ടായി, ഖിലാഫത്ത് മൂവ്മെന്റുകൾ വരെ ഉണ്ടാക്കി. അവർക്ക് ഒരു ലാഭം ഇല്ലാതിരുന്നിട്ട് പോലും എന്തിന് കേരളത്തിലുണ്ടാക്കി? ഒരു നിലക്ക് ഒരു ലാഭം ഇല്ലാതെ ഒരു കേരളത്തിലെ ആളുകൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലല്ല, പക്ഷെ അവർ ദുഃഖം. സൂഫികൾ, സൂഫിയാണ് ആര്? ഖാദിരി ത്വരീഖത്തുകാരനാണ് ആര്? അലി മുസ്ലിയാര്, ഭാര്യംകുളത്ത്. ഇവരൊക്കെ സുന്നി സൂഫികളാണ്. ഈ സുന്നി സൂഫികളായ സ്വാലിഹീങ്ങൾ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അവര് കേരളത്തിൽ പോലും ഒരു ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാക്കി. എന്നാൽ പഴയ ഖിലാഫത്തിന് ലാഭം അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഖിലാഫത്തിനോട് സുന്നികൾക്കും സൂഫികൾക്കുള്ള പ്രതിബദ്ധത ലോക ചരിത്രത്തിൽ ഖിലാഫത്തുർ റാഷിദ മുതൽ 1909 99ാമത്തെ ഖലീഫയെ നാട് കടത്തുന്നതുവരെയും സുന്നികൾ, സൂഫികൾ, സുന്നികൾ ഖിലാഫത്തിനെതിരെ പ്രതികരിച്ച ഒരു ചരിത്രമില്ല. അതേ സമയത്ത് ഖിലാഫത്തിനെതിരെ ആയുധമെടുത്തത് ഒന്ന് വഹാബികളും സലഫികളാണ്, ഒന്ന് ഷിയാക്കളാണ്. ഈ ചരിത്രം നാളെ വിശദീകരിക്കും. അവർ നവോത്ഥാന നായകരല്ല, അവർ ചരിത്രത്തിന്റെ കാഷ്ടമാണ്. മുസ്ലിം സമുദായം ദഹിക്കാത്ത കാലത്തൊരു ഛർദിച്ചിട്ടുണ്ട്. ആ ഛർദിയാണ് സാക്ഷാൽ വഹാബിസം എന്ന ഇന്നത്തെ ആധുനിക സലഫിസം. അത് സലഫികൾ പഠിച്ചാൽ അവർ അള്ളാഹുവിന്റെ കോടതി രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. നിങ്ങൾ ശൈഖന്മാരെന്ന് പറഞ്ഞ എല്ലാ കണ്ണൊട്ടനടക്കം കള്ളന്മാരാണ്, ഭൂലോക കള്ളന്മാരാണ്. എന്തുകൊണ്ട്? സലഫ് സാലിഹീങ്ങളെ കള്ളന്മാരാക്കിയതാണ് ഇബ്നു ബാസിൻ എന്ന പെരുങ്കള്ളനടക്കം. സലഫ് സാലിഹീങ്ങളെ മുനില്ലായി, ഫാസിഖായി, തമ്മാടികളായി, അഖീദ അറിയാത്തവരാണ് അശ്അരികളും മാതുരിദികളും, പിഴച്ചവരാണെന്ന് വാദിച്ചവരാണ് ഇബ്നു ബാസിൻ എന്ന കണ്ണുവട്ടനായ കള്ളനടക്കം. ഈ കള്ളനും നാസിറുദ്ദീൻ അൽബാനിയെ പോലത്തെ പെരുങ്കള്ളന്മാരും ഉണ്ടാക്കിയതാണ് സലഫിസം. അവരെ മൂത്താപ്പയായ ഭൂലോക കള്ളനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന ഭൂലോക കള്ളൻ. എന്ത് മുജദ്ദിദാണ് ഇവരൊക്കെ? മുച്ചയ്യിദ് എന്ന് പറയാ, ചതിയൻ. മുജദ്ദിദല്ല, മുച്ചയ്യിദ്, ചതിയനാണ്. എങ്ങനെയാണ് ഇവർ ഖിലാഫത്തിനെ തകർത്തത് എന്നത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. കാര്യങ്ങളായി മനസ്സിലാക്കുക. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ.